Argentina para robar. സത്യം പറഞ്ഞാൽ ഇത് ഇവിടുന്ന് പാടണമെന്ന് മേടിച്ചിട്ട് വന്നതല്ല, ആമിർക്കാന്റെ പരിപാടിയാണ് ഇത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. പാടമുള്ള സിനിമ ആരാധകർ, മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരുമിച്ച് നെഞ്ചിലേക്കാൻ പോകുന്ന മറ്റൊരു സിനിമ ഈ ഡിസംബർ 20 നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോ വി ആർ ഓൾ സെറ്റ് ടു സ്റ്റാർട്ട് ദ സെലിബ്രേഷൻ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി ഗസ്റ്റ് ഒക്കെ വരാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഡിലേ ഇവിടെ വന്നത്. സോ അതുകൊണ്ട് എന്തായാലും ആദ്യം തന്നെ ഈ ഒരു ചെറിയ ഡിലേ വന്നതിൽ എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. ബട്ട് വി ആർ ഓൾ സെറ്റ് ടു സ്റ്റാർട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ കുറച്ചുകൂടി ഗസ്റ്റ് വരാനുള്ളവരൊന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വിൽ ബി സ്റ്റാർട്ടിങ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ആ ഒരു കൊളാബറേഷൻ യുനോ മനസ്സ് പറയുന്നു. ടോബി ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് സെറ്റ് ആയത്. സോ ആ ഒരു കൊളാബറേഷനിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആദ്യം ഒരു സൈഡ് എടുക്കുകയാണ്. ഈ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രൊഡക്ഷൻ ബാനർ. വി ഹാവ് മാജിക് ഫ്രെയിംസ്. 2011 ട്രാഫിക് എന്ന് പറയുന്ന ഒരു റെവന്യൂ സ്വാഗതം ചെയ്യാം. നമ്മൾ കണ്ട ആ ഒരു ബ്യൂട്ടിഫുൾ ജേർണി, ഇറ്റ് വാസ് ഓൾ അബൌട്ട് മാജിക് ഫ്രെയിംസ്. 2011 തുടങ്ങിയ ആ ഒരു ജേർണി ആൻഡ് ഇറ്റ് വാസ് ഹിസ് മാസ്റ്റർ ബ്രെയിൻ. സോ ഇറ്റ്സ് അബൌട്ട് ആ ഒരു ജേർണിയെ കുറിച്ച്, 14 വർഷത്തെ ആ ഒരു ജേർണിയെ കുറിച്ചും ആൻഡ് ആ ജേർണിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ ഡീസലിലേക്ക് നിൽക്കുകയാണ്. അബൌട്ട് ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല. അപ്പം ഞാൻ ആദ്യം പ്രൊഡിക്റ്റ് ചെയ്ത് SSLC പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷെ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊന്നും എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല. പക്ഷെ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിന്റെ 34
36ാമത്തെ തിയേറ്റർ ഇന്നലെ ഇനാഗ്രേഷൻ നടന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററുടെ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ നടന്ന ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ കേൾക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമ നടന്മാരെ കൊണ്ട് കടന്നു വന്നു ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇനിയും പറ്റുന്നു. ഇപ്പൊ കുഞ്ചാക്കോ ബോബനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരാജുമായിട്ട് ഈ ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ടും വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിന്റെ ബാനറിലും വിലാസിൻ സിനിമാസിന്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും വർക്കൗട്ട് ആയില്ല. കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആവാനൊക്കെ പ്രതീക്ഷിച്ച് അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു ഗെയിം കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവായിരുന്നു. ഒരു എങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഒരേ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡബിളിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുധീരനായിക്കോട്ടെ, സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീരൻ ചുമ്മാ തമാശ പറഞ്ഞാൽ അടുത്ത സിനിമ ശമ്പളം കൂട്ടി പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെയധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം. എന്നാലും ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ പ്രൊഡ്യൂസർ ബൈ സുരാജ് എന്ന് പറഞ്ഞ കുട്ടി. ശമ്പളം മാത്രം വരാം, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി പാർട്ട്ണറായിട്ട് കൂടിയേക്കാണ്. പുള്ളി നേരത്തെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിക്ക് വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. പല സിനിമകളിലും പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സുമായിട്ട് വരുന്ന ഒരു ആക്ടേഴ്സ്. ആ ഒരു വേഴ്സറ്റാലിറ്റി ചെയ്യാതെ നമ്മളെ ക്യാരി ചെയ്യുന്ന ഒരു ആക്ടേഴ്സ് കൂടിയാണ് ഗ്രേസ്. നമ്മളോടൊപ്പം ഗ്രേസ് ഇപ്പൊ വേദിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. എക്സ്ട്രാ ഡീസന്റിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഡിസംബർ 20 ഒരു മൂവി തിയേറ്ററിലേക്ക് എത്താനായിട്ട് കാത്തിരിക്കും. ഫ്രെഡി ഷോർ കുറെ പേര് ഗ്രേസിന്റെ ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. സോ എക്സ്ട്രാ ഡീസന്റിന്റെ ഡീസന്റ് വിശേഷങ്ങളെ കുറിച്ച് നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് അങ്കിത്തിന്റെ ഡേ ആണ്. എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി. അമീർക്കയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. അമീർക്ക് എനിക്ക് ഹലാൽ ലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട്. ആസിഫിക്കാനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്കൊരു ഭാഗ്യമായിട്ട് കയറുന്നു. ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ്. സുരാജേട്ടൻ അഴിഞ്ഞാടിയിരിക്കുന്നൊരു പടമാണ്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ സ്പേസ്. ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ, ഫൺ എല്ലാം ഉണ്ട്. അപ്പൊ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട്.
അതെ മാക്സിമം അവിടെ തീർത്തു. ആ സമ്മതിക്കുന്നില്ല സുരേന്ദ്രൻ കംപ്ലൈന്റ് അല്ലാതെ അറിയാം. തൊട്ട് മുന്നേ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തിരുന്നു. എന്റെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അതില് ഞാൻ അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്തപ്പോ സുരേട്ടൻ ചെറിയൊരു മെസ്സേജ് കിട്ടി. ഇതിനകത്ത് സുരേട്ടൻ പകരം കിട്ടി. പറയാൻ വേണ്ടിയതാണ്. ഓക്കെ, താങ്ക്സ് ലോട്ട്. ഒരു നല്ല കഴിവ് എടുക്കാം. റിയലി ലുക്കിംഗ് ഫോർവേഡ് ആ ഒരു സിനിമ ഡിസംബർ 20th ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. സോ താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് us. ആൻഡ് as we all know, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ജയ ആണെങ്കിലും ഗുരുവായൂരമ്പല നടയിലാണെങ്കിലും വാഴയാണെങ്കിലും മ്യൂസിക് ഇസ് ഇൻസെയിൻ. ദിസ് മാൻ ഇസ് സോ ടാലന്റഡ്. ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അങ്കിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, he is a genius when it comes to composing and keeping it together. And അത് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അത് സിനിമയിലേക്ക് ആ ഒരു ഫീൽ പലപ്പോഴും കൊണ്ടുവരുന്നത് മ്യൂസിക് തന്നെയാണ്. ഈ സിനിമയിൽ അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് മ്യൂസിക്. സോ അങ്കിത് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അങ്കിത്, എനിക്ക് കേൾക്കുന്നത് എല്ലാവരും പറഞ്ഞ ജിയോടെ പറയാതിരിക്കാനാണ് നല്ലത്. സമയമായിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് ഫൈനലി ദ പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഓൺ 20th. ഐ ഫീൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വർക്ക് ചെയ്ത് പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്സ് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ. മ്യൂസിക്കിന്റെ കാര്യത്തിൽ എല്ലാവരും വർക്കിംഗ് ഫോർ 3 months. 3 മാസം ആഗ്രഹം കൊണ്ടാണ് വർക്ക് ചെയ്തത്. ബിക്കോസ് ഫസ്റ്റ് ടൈം നരേഷൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റോറിയിൽ. സോ വി തോട്ട് കി ഓക്കെ ലെറ്റ്സ് ഡു സംതിങ് ന്യൂ. എന്തെങ്കിലും വാട്ട് ന്യൂ ക്യാൻ ബി ഫിഗർ ഔട്ട് ബൈ ഫോർ ദ ഫിലിം. ഹൗ ക്യാൻ വി എൻഹാൻസ് ദ ഫുൾ നരേറ്റീവ് ഓഫ് ദ ഫിലിം. അങ്ങനെ ചിന്തിച്ച് വി തോട്ട് ഓഫ് ഗിവിംഗ് മോർ പുട്ടിംഗ് മോർ ടൈം ടു ഇറ്റ്. അറിഞ്ഞില്ല 3 മാസമായിരുന്നു. But then I would like to thank first of all Justin Chatan, Santosh Bhai, Magic Frames in their first time collaboration and then being a part of Vilasini Cinemas in the first production, their music director I part of. Thank you so much. I don't know, it's just ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. തീരാൻ പോവാണെന്ന് അറിയാം, അതിലൊരു ചെറിയൊരു വിഷമമുണ്ട്. ബട്ട് ഗുഡ്. ആൻഡ് ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു എല്ലാ മൂവിയിലും നോക്കിക്കഴിഞ്ഞാൽ there is one thing that is very special. Like എല്ലാ മൂവിയിലും ഓരോ ഹുക്ക് ഉണ്ടായിരുന്നു. ആ മൂവി റിലീസ് ആയതിനു ശേഷം എല്ലാവരും അത് പാടിക്കൊണ്ടാണ് നടന്നത്. ഇപ്പൊ ഈവൻ ലാസ്റ്റ് നമ്മള് വാഴ പറയുകയാണെങ്കിൽ പോലും we had that hook. എല്ലാവരും പാടിക്കൊണ്ട് നടന്ന പാട്ട്. Are we looking for something like that? We hope so. We have worked hard on it. But I don't know. നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ബിജുമോഹൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Thank you for coming. It means a lot. And നമുക്കറിയാം കുറെ അസോസിയേഷൻസും കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ജേർണി കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് 100 crore ഫിലിം അങ്ങനെ ഒരു ടച്ച് ഉണ്ട് നമുക്ക് മാജിക് ഫ്രെയിംസ് ആയിട്ട് ആൻഡ് സുരാജനായിട്ടുള്ള ആ ഒരു കോംബോ. സോ how are you going to like, explain about this, your presence here this day? എല്ലാവർക്കും നമസ്കാരം. ഇതുകൂടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ പറഞ്ഞതുപോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗമുള്ളത്. അവരുടെ ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജായിട്ട് ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് അവിടെ ഷൂട്ട് ചെയ്ത് ഞങ്ങളോട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജിനെ പറ്റിയിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുള്ളതാണ് ഞാനത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ട് വലിയ വിജയം ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ഫംഗ്ഷൻ ആക്കിയിട്ടും ഈ സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ആശംസ സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 നടക്കുമ്പോൾ ഇത് വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ ഇല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? വേറെ ഒന്നും പറയാനൊന്നും തോന്നുന്നു ഇല്ല. ഓക്കെ, സോ എനിവേ നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ
മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റൻ ചേട്ടാ, സുരാജ് ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അവർക്ക് ഡയറക്ടർ ആഷിഫ്, റൈറ്റർ, ഓൾസോ ഇൻവൈറ്റിംഗ് നമ്മുടെ DOP ഷാരോൺ ശ്രീനിവാസ്, അങ്കിത് ഇസ് ഓൾറെഡി ഹിയർ ഇൻവൈറ്റിംഗ്. എല്ലാവരോടും പറഞ്ഞൊരു പേരാണ്, ഈ സിനിമയുടെ തുടക്കം അദ്ദേഹത്തിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞു. സന്തോഷ് എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷ് മന്ത്രം നമ്മുടെ ലൈവ് പ്രൊഡ്യൂസർ. ആൻഡ് ഓൾസോ ഇൻവൈറ്റിംഗ് നമ്മുടെ മെയിൻ ക്രൂ സ്വാഗതം ചെയ്യുകയാണ്. ഗ്രേസ് ആന്റണി, സുധീർ കരമന, വിനീത് തട്ടിൽ, ഇൻവൈറ്റിംഗ് ദിൽന ടു കം ആൻഡ് ജോയിൻ us. ആൻഡ് നമ്മുടെ കോർ ക്രൂ ഏകദേശം ഇവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റിക്വസ്റ്റ് ചെയ്യാം. നിതിൻ ചേട്ടൻ is here, I guess. Benny P. Nair. I think I'll also invite Sanalvi Devan. I think I'll also invite Shilu Abraham to please do come and join us. Please do come and join with us. എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ അങ്കിത്, don't you think we should get your team to come and join us, the boys, the singers, the boys, the music team. നമ്മുടെ മ്യൂസിക് ടീം എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. എൻറ്റയർ മ്യൂസിക് ടീം, അങ്കിത്തിന്റെ ടീമിനെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബിഹൈൻഡ് ദ സൗണ്ട് ഫോർ ദ BGMs എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്കിത് പറഞ്ഞ പോലെ തന്നെ ടീം who worked for more than 100 days ഈ ഒരു സിനിമയുടെ മ്യൂസിക് ആൻഡ് സൗണ്ടിന് വേണ്ടിയിട്ട്. So also inviting Prajot sir and Everett Chan sir രണ്ടുപേരും സ്വാഗതം ചെയ്യുകയാണ്. Revealing it, and that's how we're going to celebrate it. Leslie on the join you to hand it over. Or another guy, strong guy. Yes, and thanks a lot everybody. നമുക്കറിയാം ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ we have to play the music, play the audio, the first one. അപ്പോൾ എല്ലാവരും you can be back to your seats. എന്നാലേ നമുക്ക് ആ ഒരു ഓഡിയോ കാണാൻ, because we out in the first piece of music. പക്ഷേ ഇന്ന് we are also going to perform രണ്ട് songs of this movie for all of you, and they are all set to do that. പക്ഷേ അതിനു മുൻപ് ഈ സിനിമയിലെ കുറച്ച് മുഖങ്ങൾ കൂടി നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേരും. നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് കുറച്ച് പേര് കൂടി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരും. എനിക്ക് ആദ്യം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വെരി സ്പെഷ്യൽ പേഴ്സൺ. കാരണം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. ഏതൊരു സിനിമയിൽ അദ്ദേഹം എത്തിച്ചേർന്നാലും അദ്ദേഹത്തിന്റെ വേ ഓഫ് ആക്ടിങ്ങിലൂടെ, അതൊരു ചെറിയ സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ കൂടെ, ഒരു ചെറിയ സ്ക്രീൻ ടൈം ആണെങ്കിൽ കൂടെ അദ്ദേഹത്തിനായ ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു താരമാണ്. ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം സുധീർ കരമനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And then he is, കാരണം ഈ ഒരു സിനിമയിൽ I think he is having a very special and unique role. ഒരു പുതുമയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് എക്സ്ട്രാ ഡീസന്റിലൂടെ സുധീരയുടെ എക്സ്ട്രാ ഡീസന്റ് വിശേഷങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. എല്ലായ്പ്പോഴും മലയാളം സിനിമയിലെ മാജിക്കുകൾ കൊണ്ടുവരുന്ന മാജിക് ഫ്രെയിംസ് ലാസ്റ്റ് സിനിമാസം മുതലേ ഈ വരുന്ന റിലീസ് ചെയ്യുന്ന ശ്രീ ആമിറിന്റെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് എല്ലാ ഡെലിവറിക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു സമയമാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞ്
വളരെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യമേ പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയ കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ എന്നോട് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുമായി സാമൂഹ്യം തോന്നാവുന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രധാന വേഷം ശ്രീ സുരാജ് ചെയ്തിരിക്കുന്നത്. അതായത് 2-3 ഡയമെൻഷൻസ് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലുണ്ട്. അതുപോലെ എനിക്കും എൻ്റെ ക്യാരക്ടറിലുമുണ്ട്. ഗ്ലേസിനുണ്ട്, ശ്യാമിനുണ്ട്, വിനീതിനുണ്ട്. എല്ലാവർക്കും നല്ല വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമാണ് ശ്രീ ആസിഫ് എഴുതിയതും ശ്രീ ആമറിന്റെ നല്ല ഗൈഡൻസോടെ പുറത്തുകൊണ്ട് വരാൻ കഴിഞ്ഞാൽ. എന്തായാലും വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മീറ്റിംഗ് ആൻഡ് താങ്ക് യു ഓൾ ആൻഡ് യു ആർ ഓൾ. ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ ഡയറക്ടർ സർ ആമിർ സാറിനോടാണ്. ആമിർ സാറാണ് ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജേട്ടൻ ആൻഡ് ലിസ്റ്റിൻ സർ, എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് പറയാനുള്ളൊരു എനിക്കില്ല. എന്നുവെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സാണ്. എന്നാൽ അവരുടെ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയി ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. എല്ലാവരും ഈ മൂവി കാണാം. Once again, big round of applause and thanks a lot for joining. അടുത്തതായിട്ട് I think വിനീതന്റെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? വിനീത് തട്ടിൽ not sure. ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടിപൊളി ഏറ്റവും ലുക്കിൽ ഈ സിനിമയിൽ വരുന്നത് അദ്ദേഹമാണ്. കാരണം ട്രെയിലറിലൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഒരു ജെൻസി ഔട്ട്ലുക്കിലാണ് വിനീതൻ ഈ ഒരു സിനിമയിൽ നമ്മളോടൊപ്പം എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈറ്റിൽ എക്സ്ട്രാ ഡീസന്റ് വിനീതൻ എന്നാണെന്ന് തോന്നുന്നു ഈ സിനിമയിലാണോ? എനിക്ക് തോന്നി. ഞാൻ സാധാരണ പോലീസ് അല്ലെങ്കിൽ മുണ്ടാ വേറെ പരിപാടികളൊന്നും വരാറില്ല. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ഡബ് ചെയ്യുമ്പോ നമ്മുടെ കൂടെ വിളിച്ചു, ഏതാ പടത്തിന്റെ പേര് പറഞ്ഞു, പോലീസാ അല്ല ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ല പടത്തില്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നു തുടങ്ങി. ഈ സിനിമയില് എന്റെ വിളിക്കുമ്പോൾ ഞാൻ വേറെ ഫിലിം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഒരു ഡേറ്റിന്റെ ചെറിയ ക്ലേഷ് ഉണ്ടായിരുന്നു. അപ്പൊ പോകുന്നു വിചാരിച്ചാൽ ഭാഗ്യത്തിൽ തിരിച്ചു വന്നു. ഇതെങ്ങനെ പോയെങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ. അപ്പൊ താങ്ക് യു എല്ലാവരോടും. ഓക്കെ, ഒരു പ്രത്യേക സംസാര ശൈലിയിലൂടെ നമ്മുടെ മനസ്സിലിടം പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ. ചെയ്യാം. ഒരു നല്ല ഐഡിയ കൊടുക്കാം എല്ലാവർക്കും. ഫാമിലി എന്ന സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ആ ഒരു കഥാപാത്രം. I'm very happy to have your presence in the universe. We really want to know what you got to say. Extra decent വിശേഷങ്ങൾ. കാരണം നമ്മൾ ആ ഒരു പാട്ടിൽ വരെ ആ ഒരു പ്രൊമോ സോങ്ങിൽ വരെ ആ പ്രസൻസ് ഒക്കെ കണ്ടു. അതൊക്കെയാണ് എക്സ്ട്രാ ഡീസന്റ് വിശേഷങ്ങൾ. ഓർക്കാപ്പുറത്താണ് എനിക്ക് വിളി വന്നത്. ഇവര് ഞാൻ സന്തോഷത്തോടെ ചെന്നു. ആമരനോട് കഥാപാത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. ലൊക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. സുരാജ് സാർ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എഡിജൻ്റെ ഡയലോഗ് അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞത്. അതായത് ഇത്രയും നമ്മൾ ഇത് പറയില്ലേ, ഇത്രയും നമ്മൾ ഇങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ് അഭിനയിക്കാൻ. അപ്പോൾ അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്തു ആക്ടിങ്ങിൻ്റെ. അത് എൻ്റെ ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതൊരു വലിയ അനുഭവം. നന്ദി സാർ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് ഇവിടെ ഇപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വളരെ നല്ലൊരു അനുഭവം. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഡബിങ്ങിനായിപ്പോൾ കണ്ടു. മാത്രമല്ല കഥയൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായ കഥയാണ്. അന്ന് ആ കഥയിൽ നല്ല യുക്തിയുണ്ട്. സാറിൻ്റെയൊക്കെ പറയുന്നത് ഗംഭീരമാണെന്ന് തന്നെ. നാടകത്തിലുള്ള പരിചയത്തിൽ ഞാൻ പറയുന്നത് ഗംഭീര പെർഫോമൻസാണ് സുരേഷ്. എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ നിർബന്ധമായി സ്വീകരിക്കേണ്ട സിനിമ അല്ല.
അല്ലാതെ തള്ളിക്കളയേണ്ട സിനിമയിൽ ഉണ്ടായിരുന്ന നല്ല അനുഭവം തന്ന അമൃത് സാറിന് ഇതിൻ്റെ എല്ലാവർക്കും എൻ്റെ ഇദ്ദേഹം കരമന സുധീർ കരമൻ സാർ അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും എല്ലാവരോടും നന്ദി. പിന്നെ ഗ്രേസ് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്, ഞങ്ങൾ കൊച്ചിക്കാരെ അമ്മ വഴി കൊച്ചിയിൽ. അപ്പം അവരൊക്കെ എനിക്ക് വേണ്ട സപ്പോർട്ട് വന്നു. സിനിമ നന്നാവണം. അടിപൊളി. താങ്ക്സ് എ ലോട്ട്. ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഒരു ദിവസം നമ്മളോടൊപ്പം എത്തിച്ചേർന്നതിന്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. പ്ലീസ് നമ്മുടെ ഈ വിശേഷങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര തുല്യനായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പോൾ അവൻ മിമിക്രിക്കാരനായിരുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കളെന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ട് പറയുന്നതല്ല, അറിവുള്ള കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അത് യാതൊരു സംശയമില്ല. ഒരു പേരാണ് ED, എക്സ്ട്രാ ഡീസന്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത്. മിസ്റ്റർ ഡിസ്റ്റിനും കൂടെ സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പം പാട്ട് കണ്ടു, അങ്കീത് അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ അവർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ആശംസ മാത്രം പോലെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എന്റെ പാട്ട് ഞാൻ ഇന്ന് വേണ്ടാതെ വെക്കുന്നു. അടുത്ത രീതിയിലേക്ക് ഇതിന്റെ 100ാം ദിവസം, ഇതിന്റെ ആഘോഷത്തിന്റെ 100ാം ദിവസം എന്റെ വക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. താങ്ക്സ് സോ മച്ച്. നല്ലൊരു കാര്യം എടുക്കാൻ സാധിക്കും. താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഗസ്റ്റ് ആണ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ വിനയൻ സാറിനെ ഒരുപാട് ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ക്യാൻ യു പ്ലീസ് ഡു ജോയിൻ us. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരാളാണ്. ഇന്നത്തെ ഒരു ദിവസം എക്സ്ട്രാ ഡീസന്റിന്റെ ഓഡിയോ ലോഞ്ച് സെലിബ്രേഷൻ നമ്മളിവിടെ നടത്തുമ്പോൾ സാറിനോട് എത്തിച്ചേർന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാർ, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ ചടങ്ങിൽ എത്തിയത്. ലിസ്റ്റിനെ എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നി ക്രിസ്മസിന് തന്നെ ഇത് വലിയ സിനിമകളുടെ കൂട്ടത്തിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ എനിക്ക് തോന്നി സുരാജിനും ലിസ്റ്റിനും എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹിറ്റ് മണക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം കൊണ്ടൊന്നും വലിയ പടങ്ങളെ നേരെ ഇറക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും. ഇതൊരു 100 ദിവസം മുതൽ 75 ദിവസമെങ്കിലും ഓടുമെന്ന് ഞാൻ സുരാജിനും ലിസ്റ്റിനും വാർത്തയാണ്. കാരണം അതിൻ്റെ കഥയൊക്കെ ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മനുഷ്യനായി തന്നെ വരാത്ത എന്നൊരു ചെറുപ്പക്കാരനാണ്. ലിസ്റ്റിനെ ഒന്ന് കൃഷി ചെയ്തത് ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യാത്ത സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഒരു 25 വർഷം മുമ്പ് തന്നെ വീട്ടിൽ കണ്ടപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറ്റാത്തൊരു മഹാഭാവവും ഒരു ദുഃഖവുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. കാരണം അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു. എനിക്ക് അന്ന് സാധിച്ചില്ല. സുരാജ് ഒരു എന്താ പറയുക, വലിയൊരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണുന്നത്. ഒരു വലിയ നടൻ. എനിക്ക് ഒത്തിരി വളർച്ച സുരാജിനുണ്ട്, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിലെ പ്രവർത്തിച്ച എല്ലാവർക്കും, ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ഒരു സക്സസ് ഡേക്ക് വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Your support matters a lot in the field. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രശ്നമൊന്നുമില്ല. സത്യത്തില് രണ്ടുപേരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. വേറെ ആരുമില്ല. ഒന്ന് ഞങ്ങളുടെ ലിസൺ സാറ്. ഏകദേശം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ മാജിക് ഫ്രണ്ട്സിൽ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെട്ടപ്പോൾ സാറ് ചോദിച്ചു, സന്തോഷേ നിന്റെ എക്സ്പയറി ഡേറ്റിന്റെ അന്ന് വരെ നിനക്കൊണ്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് കാലക്രമേണ സാറ് തെളിയിച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ചൊരു എന്താ പറയുക, ഒരു വലിയ കുളമാണെങ്കിൽ കുളത്തിനോട് തള്ളിയിട്ടു, പിന്നെ നമ്മൾ നീന്തില്ലോ. അങ്ങനെ ഞങ്ങളെ കുറേ പേര് സാറിങ്ങനെ തള്ളിയിട്ടുണ്ട് ഞങ്ങളുടെ മാജിക് ഫ്രണ്ട്സിലെ സ്റ്റാഫിൽ. അതുകൂടാതെ എനിക്ക് അടുത്ത നന്ദി പറയാനുള്ളത് സുരാജനാണ്. സുരാജന്റെ ആസ് എ ബ്രദർ എന്ന പോലെ പലപ്പോഴും വഴക്ക് പറയും, സന്തോഷമാണ് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കും. അപ്പോൾ ലിസൺ സാറിന്റെയും സുരാജന്റെയും 2 ഡേയ്സിലൂടെയാണ് ഈ സിനിമ നടന്നത്. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റിയലി സ്പെഷ്യൽ ഇന്നത്തെ ഒരു ദിവസം നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഒരു വലിയ കയ്യടി നൽകിക്കൊണ്ട് തന്നെ നിതിൻ രഞ്ജി പണിക്കർ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ കുറെ ബാക്കിൽ പോയിരിക്കുകയാണ്. ഒരു നല്ല കയ്യടി കൊണ്ടുകൊണ്ട് അദ്ദേഹം നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്താ പറയുമ്പോൾ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരു പോസ്റ്റ് കോവിഡ് ഒരു ബാറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലുതും ചെറുതുമായ എല്ലാ സിനിമകൾക്കും ഒരു സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ്. ഇത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വലിയ പഠനം പറയുന്നത് കൂടുതലും രസം സുരാജൻ ഒരു വലിയ റിസ്ക്കാണ്. സ്റ്റിൽ ഐ തിങ്ക് അവർ ആ സിനിമ ഫസ്റ്റ് ചെയ്യുന്നതാണ്. ചെറിയ സിനിമയാണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട സപ്പോർട്ട് ആ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈവനിങ് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഒരു വിവിധ എല്ലാവരും കൂടെ ഉണ്ട്. സുരാജനാണ്, ഗ്രേസ്, നിരഞ്ജന, ഷാലു, എല്ലാവരും ഒപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ഇതിന്റെ ഡയറക്ടർക്കും റൈറ്റർക്കും ഇതിന്റെ മ്യൂസിക്കും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ED എന്ന് പറയുന്ന സിനിമയുടെ എല്ലാവരുടെയും എല്ലാവർക്കും സിനിമ ഒരു വൻ വിജയമാവട്ടെ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ സുരാജ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവിടെ കുറേ വർഷമായി. സുരാജ് ഒരു സ്ഥലം ഇഷ്ടപ്പെടുന്നു. ഞാൻ എക്സ്ട്രാ ഡീസൻ്റായിരുന്നു. അല്ലല്ല, ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ഒരു പടം ചെയ്യാൻ പോവാണ്. അവിടുത്തെ റേറ്റ് കുറവായിരുന്നു. എന്നൊക്കെ പറഞ്ഞാലും സുരാജുമായിട്ട് വായാടി തൊട്ട് ഏതാണ്ട് വരെ 10-12 സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒത്തിരി ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള സുരാജ് പിന്നീട് നമ്മളുടെയൊക്കെ മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് രാഷ്ട്രീയത്തി. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ സുരാജിന്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്കും ആ വ്യത്യസ്തമായിട്ട് നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ 2 പ്രൊഡ്യൂസർമാരും എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. സുരാജിനെ ആദ്യമായി കാണുന്നത് എൻ്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ്. അതിൽ 2 സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു. അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ദൈവത്തിന്റെ സ്വന്തം ലീറ്റസ്, അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സുരാജ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുമായിരുന്നു, അന്നാ ഞാനില്ലേ എന്ന് ഇരിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ദശമുഖൻ സാമു.
അപ്പൊ അങ്ങനെ അഭിനയത്തിന്റെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുരാജ്. സുരാജ് ഇപ്പോൾ നിർമ്മാതാവിനെ വെച്ച് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ലെസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അബദ്ധമായി പോയി. കാരണം എത്ര വലിയൊരു വീരനാണ്, നിർമ്മാതാവിനെയാണ് ഞാനന്ന് നിരുത്സാഹപ്പെടുത്തിയെന്നുള്ള കുറ്റബോധം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതായാലും ലെസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടിയിട്ട് ഈ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ലോട്ട് സർ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മള് തിരിച്ച് ഒന്ന് ബാക്കിലേക്ക് ആലോചിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് us this day. Means a lot. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായിട്ട് താങ്ക് യു ആൻഡ് ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമയ്ക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സുരാജിൻ്റെ ഒരു സിനിമയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആക്ഷൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരാജ് ഒരുപാട് തമാശ സിനിമകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ സുരാജിനോട് സിനിമയോട് കഥാപാത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഭയങ്കരമായി ടൈമിങ്ങുള്ള എല്ലാ രീതിയിൽ തമാശ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. തമാശ ചെയ്യാൻ അറിയാവുന്ന സുരാജിനെ ഞാൻ ആക്ഷൻ റിവ്യൂവിൽ അഭിനയിപ്പിച്ച ശേഷം പിന്നീട് സുരാജിനെ ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടു. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സുരാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും സുരാജിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ ഒരു മൂവി ഇത് സുരാജിന് അത്രയും സ്പെഷ്യൽ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ആശിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനുണ്ടാവും. നമസ്കാരം. സുരാജ് ഞാൻ കുറച്ചു മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ കാരണം സുരാജിന് അറിയാം. ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സുരാജ് പണ്ട് കൈരളി ചാനലിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിലെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി. ഒന്നും കാണാതെ സുരാജ് നിർമ്മാതാവാകില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിന്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ലെന്ന് എനിക്കറിയാം. ഇതൊരു വൻ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം അങ്ങനെ പഠിക്കുന്നു. താങ്ക് യു. താങ്ക്സ് a lot, Anushka. Thanks a lot for joining us. And ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു കളക്ഷനും കഥയും പറയാനായിട്ട് ചെയ്യാം. ഇത് നമ്മൾ എക്സ്ട്രാ റീസെന്റ് ഈ ഒരു ഓഡിയോ ലോഞ്ച് സെലിബ്രേഷൻ ഇവിടെ നടക്കുമ്പോൾ your presence means a lot. And over to you. എല്ലാവർക്കും നമസ്കാരം. നാദൃശ്യത പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നു, ഞാൻ എത്തിയിരുന്നു. അതെ, അതൊന്നും പറയുന്നുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്നെത്തിച്ചേരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്ക് മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ടിക്കറ്റ് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജിന്റെ തുടക്കകാലത്തുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലികരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അരങ്ങിലും അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ചെറിയൊരു കാര്യം കൊണ്ടുവരികയാണ്. ഇവിടെ ലിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാസം തന്നെ ഈ 4 ദിവസം കൂടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്
മാജിക് ഫ്രെയിംസിന്റെ ബാനറിന്റെ കീഴിൽ അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട്. അതുപോലെ ഒരു കാര്യം, ഇന്ന് ഇവിടെ അതിന്റെ ലോഗോ ലോഞ്ച് നടക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് എ ഡിജിറ്റൽ റിക്കവറി ഓഫ് മാജിക് ഫ്രെയിംസ്. അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ലിസ്റ്റൻ എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് ലിസ്റ്റൻ സ്റ്റീഫനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു പുതിയ ഇനിഷ്യേറ്റീവ് അണ്ടർ മാജിക് ഫ്രെയിംസ് ആൻഡ് ഇറ്റ് ഇസ് ഒരു ഡിജിറ്റൽ മീഡിയ. ഇന്ന് ഇവിടെ അതിന്റെ ലോഗോ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ലിസ്റ്റൻ ചേട്ടൻ ഓൾ സെറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഐഡിയയെ കുറിച്ച് ലിസ്റ്റൻ ചേട്ടൻ തന്നെ 2 വാക്ക് about this new subdivision. ഇല്ല, ഒന്നുമില്ല. ഒരു ഓൺലൈൻ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മാജിക് ഫ്രെയിംസ്. കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം പ്രൊമോഷന്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു വലിയ വിഷനുണ്ട്. അപ്പം അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഉള്ളൊരു ചെറിയ പടിയാണ്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ലിസ്റ്റൻ സ്റ്റീഫനെ അല്ലെങ്കിൽ ഉൾപ്പെടെ പല വീട്ടിലും മിഡ്നൈറ്റ് റേഡിയോ എന്നൊക്കെ പല വാർത്തകളിൽ കൂടെയാണ് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അറിയാനായിട്ട് പറ്റിയത്. അപ്പം ഇനി മുതൽ ഞാൻ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ അങ്ങനെ കുറച്ച് എളുപ്പമുണ്ടാവും. കാരണം അപ്പോൾ അതിനൊക്കെ ഒരു ദോഷമായിക്കോട്ടെ എന്ന് ഓർത്തതാണ് നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ. സോ അതാണ് സംഭവം. ഓക്കെ, വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ പറയാം. എനിക്ക് തോന്നുന്നു ഇത് നമുക്കതിന്റെ ആ ഒരു ലോഗോ ലോഞ്ചിലേക്ക് കിടക്കാം. സുരാജ് ചേട്ടാ ഒന്ന് ജോയിൻ ചെയ്യും ഞങ്ങളോടൊപ്പം ആ ഒരു ലോഗോ ലോഞ്ചിന്റെ ഭാഗമാകാനായിട്ട്. ഒരു നല്ല കൈയടി കൊടുത്തോണ്ട് തന്നെ സുരാജ് ചേട്ടാ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ലോഗോ ലോഞ്ചിന്റെ ഭാഗം പ്ലീസ് ഡു കം ആൻഡ് ജോയിൻ us. ഒരു നല്ല കൈയടി കൊടുത്തോണ്ട് തന്നെ ശിവരാജനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഓൺ ബിഹാഫ് ഓഫ് മാജിക് ഫ്രെയിംസ്, ഒരു ഡിജിറ്റൽ ഓൺലൈൻ മീഡിയ ചാനൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ോടൊപ്പം സുരാജ് നാരായണനും ശിവ ഇബ്രാഹിം ഒരുമിച്ച് ലെറ്റ്സ് ഡു ദ ലോഗോ ലോഞ്ച് സെറമണി. And here we go, the click is done. Eyes on the screen, everybody. Here we have the logo being launched. വിട്ടുവെക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു ലിസ്റ്റൻ ചേട്ടന്. സോ ഹിയർ വി ഹാവ് മാജിക് ഫ്രെയിംസിന്റെ ദ ന്യൂ വെഞ്ചർ സൗത്ത് ഫ്രെയിംസ്. ഒരു നല്ല കൈയടിയാവും എല്ലാവർക്കും ഒരുമിച്ച്. ലെറ്റ് us be a beautiful starting. And anything more about it, സൗത്ത് ഫ്രെയിംസിനെ കുറിച്ച്? തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ, നമുക്ക് സൗത്ത് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആയിട്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് അഭിനയവും അല്ലെങ്കിൽ ഡയറക്ടറും എഡിറ്ററും ഒക്കെ ആവാനായിട്ട്, ക്യാമറയൊക്കെ ആവാനായിട്ട് താല്പര്യമുള്ള ഒരു സ്ഥാപനത്തോടെ നമ്മൾ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമിയാണ്. അപ്പോൾ അതും ഇങ്ങനെ റൺ ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നാളെ ഒരു ചാനലായിട്ടും നാളെ OTT എടുക്കുന്ന OTT സിനിമകൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ OTT ഒക്കെ വാങ്ങുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് ഇത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഒരു വലിയ ഒരു തുടക്കം തന്നെ ആയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആശംസിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട് ലിസ്റ്റൻ ചേട്ടാ. ലെറ്റ് സൗത്ത് ഫ്രെയിംസ് ബി വൺ ഓഫ് ദി അമേസിംഗ് മീഡിയ ചാനൽസ് ദാറ്റ് വി ഓൾ എൻജോയ്. എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ചാനൽ ആവട്ടെ എന്ന് എല്ലാവരും ഒരുമിച്ച് ആശംസിക്കുകയാണ്. ആൻഡ് മൂവിംഗ് ഓൺ, എനിക്ക് തോന്നുന്നു ട്രാഫിക് കോളനിക്ക് പരിചയമാണ്. നമ്മൾക്ക് ചെറുപ്പക്കാരെ നമുക്ക് കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എനിക്ക് തന്നെ അസുഖം തോന്നിയിട്ടുണ്ട്. പക്ഷെ
എനിക്ക് തോന്നി കഴിവുള്ളതുകൊണ്ടാണ് ഇവിടെ വരെ വീണ്ടും വീണ്ടും എൻ്റെ എല്ലാ സപ്പോർട്ടും വെരി സ്വീറ്റ്. ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അതേപോലെ തന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു പല കഥാപാത്രങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് us this day. Over to you. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഷാജൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സഹോദരൻ സുരാജ് പ്രൊഡ്യൂസറായിരുന്നു. പ്രത്യേകിച്ച് അമ്മയുടെ പേര് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ഒരു കലാകാരനെയും ഏതൊരാളെയും ഏറ്റവും വലിയവനാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ അമ്മയുടെ പേരിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അതിനോടൊപ്പം തന്നെ ഞാൻ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ചെയ്തു. ഒരുപാട് സന്തോഷം. സാധാരണ നമ്മൾ ED എന്ന് വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷേ ഡിസംബർ 20 മുതൽ ED എന്ന വാക്കിനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. ഈ സിനിമയുടെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് കാണുമ്പോൾ നമുക്കറിയാം സുരാജിന്റെ ഒരു പൂന്തുള്ളിയാണ് ഈ സിനിമയിലുണ്ട്. തന്നെയല്ല നാഗേന്ദ്രൻ സ്കൈമോൺ എന്ന് പറയുന്ന വെബ് സീരീസ് കണ്ടപ്പോൾ സുരാജും ജയ്സറുടെ കോമ്പിനേഷൻ കിട്ടുകളുണ്ട്, അടിപൊളിയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു നല്ല വീണ്ടും ഒരു കോമ്പിനേഷൻ സീനുകൾ നല്ല ഈ സിനിമ ഒരു ഗംഭീര വിജയമാകട്ടെ എല്ലാവർക്കും. പക്ഷെ ഓഡിയോ ലോഞ്ച് ആണ്, നമ്മൾ ഒരു പ്രൊമോ സോങ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇത് അങ്കിത്തിന്റെ ദിവസമാണ്. അപ്പൊ അതിന്റെ ആ ഒരു റിയാലിറ്റി അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കണ്ടേ? കാരണം ഐ തിങ്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ദ മൊമെന്റ്. ആദ്യത്തെ ഒരു സോങ്ങിലേക്ക് നമുക്ക് കടക്കാം. സംസാരിക്കാനുള്ള ഗ്യാപ്പ് പെട്ടെന്ന് ട്രാക്ക് പ്ലേ ചെയ്യുന്നെങ്കിൽ മേക്കിംഗ് ആയാലും ടേക്കിംഗ് ആയാലും വളരെ ഡെപ്തോടെ എടുക്കുന്ന ഒരു ഫിലിം മേക്കറാണ് അമീർ. ഈസ് ഗോയിങ് ടു ഗോ ടു എ ലോട്ട് ഓഫ് ബിഗ് പ്ലേസസ് എന്നുള്ളത് നമുക്കറിയാം. ഈ സിനിമയുടെ ചെറിയ ഗ്ലിംസസ് എനിക്ക് കാണാൻ പറ്റി. അപ്പൊ അതിൽ തന്നെ അമീറിന്റെ വർക്കും സുരാജേട്ടൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ സട്ടിലായിട്ടും ഇതുവരെ കാണാത്തൊരു സുരാജേട്ടനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. സുരാജേട്ടൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൽ കാണുന്ന എല്ലാവരും ഓരോരുത്തർക്കും അവരവരുടേതായ ചെറിയ ചെറിയ മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. അത് ഐ തിങ്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ദേ ഹാവ് ഡൺ എ ഫാബുലസ് ജോബ്. അതിന് ഓൾ ഹാറ്റ്സ് ഓഫ് ടു വാട്ട് യു ഹാവ് ഡൺ. അങ്കിത് മേനോൻ ഒരു ഡിഫറെന്റ് സൗണ്ട്സ്കേപ്പിന്റെ ആളാണ്. അതിപ്പോ ഇവിടുത്തെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഐ തിങ്ക് യു ആർ ഗോയിങ് ടു റോക്ക് ഫ്രം ദിസ് ഫിലിം. സോ ബെസ്റ്റ് വിഷസ് ടു ദി എൻറ്റയർ ടീം. ഇതൊരു ഷോർട്ട് സക്സസ് ആണ്. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഇൻട്രോവേർട്ടാണ്. അപ്പൊ ഫസ്റ്റ് പറയേണ്ട വെച്ചാൽ താങ്ക്സ്. കാര്യം ആമീറാണ് എന്നെ ഫസ്റ്റ് വിളിച്ചത് പടത്തിലേക്ക്. പിന്നെ സന്തോഷമായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനാണ് ഇതിൽ ലാസ്റ്റ് ടെക്നീഷ്യന്മാരിൽ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരാള് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പിന്നെ മാജിക് ഫ്രെയിംസ് എന്താ പറയുക, ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കാര്യം ഇതിൻ്റെ ഒരു തേർഡ് ഫിലിമാണ്. തേർഡ് ഫിലിമിൽ തന്നെ ഇത്ര നല്ലൊരു പ്രൊഡക്ഷൻ്റെ ഭാഗം. പിന്നെ സുരാജേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ. സുരാജേട്ടൻ എന്താ പറയുക, ഞാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക കൂളായിട്ടാണ് ഡീൽ ചെയ്തത്. പിന്നെ ഈ പടത്തിൻ്റെ എന്താ പറയുക ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഞാൻ വിചാരിച്ചത് DA ഒക്കെ ആകുമ്പോൾ വരാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഫുൾ ടൈം ആണെടുപ്പാണ്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ഞാൻ ഉണ്ടായിരുന്നു. മ്യൂസിക് നടക്കുമ്പോഴാണെങ്കിലും ഞാനും വെറുതെ ആക്കിയിട്ടുണ്ട്. വീട്ടിൽ പോയി ഞാനും ഒരു സജഷൻസ് ഒക്കെ പറയും, അതൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുവിധം പെട്ട എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ഡോക്ടറായിട്ടാണ്. അപ്പൊ ആരെയാണ് ചികിത്സിക്കുന്നത് എന്താണ്, വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഡോക്ടറാണ്. വളരെ നിഷ്കളങ്കനാണ്. അപ്പൊ അതെന്താണ് അതിന്റെ പുറകെയുള്ള കാര്യം എന്നുള്ളത് ഈ സിനിമയുടെ തന്നെ ഒരു സർപ്രൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്നത് പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഈ സിനിമയിൽ നിങ്ങൾ എല്ലാവരും എക്സ്ട്രാ ഡീസന്റ് ആണ്. ഞാനാണ് ഏറ്റവും ഡീസന്റ്. നിങ്ങളാണ് ഏറ്റവും ഡീസന്റ്. അടിപൊളി. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ്. നല്ലൊരു കൈഡി കൊടുക്കാം. ഐ തിങ്ക് നൗ ദിസ് ഡേ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നത് താങ്ക് യു. ഓ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിന്റെ പരിപാടികൾക്കൊക്കെ ഞാനിവിടെ ഉണ്ടാവുന്നത്. ഞാൻ ഗസ്റ്റായിട്ടല്ല വന്നിരിക്കുന്നത്.
അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ED എന്ന സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. എസ്പെഷ്യലി ആമീർ കളിക്കലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ സുരാജേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി സുരാജേട്ടൻ്റെ സിനിമകൾ കോമഡി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആരാധന എന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ എന്നെ ഞെട്ടിച്ചത് പെബ്രി ഷൈലിൻ്റെ ആക്ഷൻ ഹീറോയിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ എടുത്ത് കാണാറുണ്ട്. ആ ഒരു പോർഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഗ്രേസ് ഫാനാണ് ഞാൻ. ഗ്രേസിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന പേര് പോലെ തന്നെ ഡീസൻ്റായിട്ട് കാശ് വരട്ടെ. ഒപ്പം ലിസ്റ്റിൽ തിയേറ്റേഴ്സ് വാരിക്കൂട്ടട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് മാം. വളരെ കറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മലയാളിയുമായിട്ടുള്ള വേറെ ലെവൽ. സോ നൗ ഷാജേട്ടാ ഓടി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സിനിമ കേരളത്തിലെ എല്ലാവരും ഡിസംബർ 20-ാം തീയതി എല്ലാവർക്കും പ്രിയകരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സുരാജ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും സഹോദര തുല്യനായ ഒരാളാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യ സിനിമ കൂടിയാണ്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക്സ് എ ലോട്ട് സർ. മൂവിംഗ് ഓൺ, അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ദിവസം എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ആശംസകളായിരുന്നു എനിക്ക് തോന്നുന്നത്. സമയം കേട്ട് പഠിച്ചിട്ടുണ്ടാവും. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിൻ ട്രാഫിക്കിൻ്റെ ആ ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന സമയമായുള്ള അനുഭവമാണ്. ലിസ്റ്റിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലിസ്റ്റിൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ സിനിമ ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. എണ്ണത്തിൽ ഈ കൂടെ സുരാജിനെ കൂടുമ്പോൾ ഇത് ഒരു നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലിസ്റ്റിൻ്റെ എന്താണ് സജി എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടറാണ്. EDയുടെ വിവരങ്ങൾ എല്ലാ ദിവസവും അനുസരിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അമ്മയത് അവിടെയുണ്ട്. അപ്പം ഓരോ ദിവസം എക്സൈറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ പ്രിവ്യൂ ഉണ്ട്. ഇന്നത്തെ അഭിപ്രായം പറയുന്നു. ഭയങ്കര രസമായിട്ടാണ് സന്തോഷമായിട്ടും എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ അത് നല്ല മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ വിജയാശംസകളും നേർന്നു. താങ്ക്സ് എ ലോട്ട് ലോട്ട്. താങ്ക്സ് ആണ് ഈ ഒരു ട്രാക്കിനായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. ഹിയർ വി ഗോ. ഒരു മാർഗം ഉയരുള്ള ശ്രമമായി മാറാത്തൊരു വ്യാധിയാകുമോ തലച്ചോറി നോക്കുമോ വിധി തന്നതാണിതോ നിരവധി പോകാതെ നീങ്ങുന്നു ഭൂതകാലമെന്ന പാതയാമിനോ ഭാവി നിന്ന പാപമാണിനോ ചിന്തകൾ നിരന്തി പോവാടിനോ ചങ്കിനുള്ളിലാകിയോ വേഗം തേടി വന്ന കാലനാടിനോ എന്റെ
lyricist എഴുതിയിട്ടുണ്ട്. Arthur has written some part of it. Rish has written part of it. Vikram Kavi has written part of it. Muthu has been a part of it. ഇതിലുള്ള ഒരു collaboration. Yeah, okay. A lot of singers, a lot of lyricists. That's nice. So I think ഇപ്പോൾ നമ്മുടെ entire team ഇവിടെ ഉണ്ടോ? Music team complete Yeah, ആണോ? I think Vivek is that. അവർ നമ്മുടെ mixing engineer. Yeah, majorly ഇപ്പോൾ പലരും വന്നിട്ടില്ലായിരുന്നു. But I would like to send my thanks to them through this. And yes, guys, these are the reasons the music of the film has been made. I hope you know. Thanks a lot, and I think you guys should be clicking one picture here. So can you all just stand together, very close, and let's click one picture. And നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, we heard one amazing track. Now ഒരു നല്ല കൈയടി കൊടുക്കാം for this team. നമുക്കറിയാം എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല. There are a few who are left out. But still, big round of applause to you guys. Thanks a lot, and thanks a lot for joining. Yeah, and I want you to be here. എനിക്കറിയാം നിങ്ങൾ പെട്ടെന്ന് മുങ്ങണ ടീംസ് ആണെന്ന് അറിയാം. So be here because നമുക്കൊരു complete crew picture എടുക്കണം. So I want all of you to be there. And Ubari, this is the person who is going to have a lot of dreams about this project, right? And you don't know, when we are all set to wind up this celebration, it should be with your words. So please, over to you. കൂടുതൽ പറയാനില്ല, കാരണം നമ്മളൊരു സിനിമ എടുത്തു വെക്കുകയും ആ സിനിമയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനപ്പുറത്ത് ആ സിനിമ തിയേറ്ററിൽ ആഫ്റ്റർ ഓൾ എല്ലാവർക്കും വർക്കാവുക എന്നുള്ളതാണ്. ഈ സിനിമയുടെ തുടക്കം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടയ്ക്ക് കൂടെ നിന്ന ഒരാളാണ് സുരാജേട്ടൻ. സുരാജേട്ടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ക്യാരക്ടറുകളിൽ ഒന്ന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ ആ ഉറപ്പ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾ കണ്ടാൽ പോലും നമ്മൾ സാധാരണ ചിരിക്കുന്നതിന് അപ്പുറത്തേക്ക് ചിരിക്കാൻ നമ്മുടെ ഒരു വ്യഗ്രത നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 2 മണിക്കൂർ ഉള്ളിൽ തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നമുക്ക് തൊട്ടടുത്ത വീടുകളിലോ നമ്മുടെ ബന്ധു വീടുകളിലോ ചിലപ്പോൾ നമ്മുടെ തന്നെ വീടുകളിലോ ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ നിൽക്കുന്നുള്ളത് ഇവിടെ ഫോട്ടോയിൽ. അപ്പോൾ അവരെ എല്ലാവരെയും അണിയിച്ചൊരുക്കാൻ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഇതിൻ്റെ റൈറ്റർ ആഷിഫ് കക്കോടി ആണെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ മറ്റ് ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും നമ്മൾ ഈ കണ്ട അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ട പാട്ടുകളൊന്നുമല്ല, ഇതിനപ്പുറത്ത് ഇനിയും നമ്മൾ കേൾക്കാനുള്ള ട്രാക്കുകളുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നതും ഒക്കെയും അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20-ാം തീയതി മറ്റ് വലിയ സിനിമകളുടെ കൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ബറോസ് 25-ാം തീയതി ഉണ്ട്, 20-ാം തീയതി അതുപോലെ തന്നെ മാർക്കോണ്ട് 19-ാം തീയതി റൈഫിൾ ക്ലബ് ഉണ്ട്. ആ സിനിമകളുടെ കൂടെ തന്നെ ഒരു കൊച്ചു സിനിമ എന്നാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ കുടുംബത്തോടൊപ്പം പോയി കണ്ട് ഒരു കുടുംബ ചിത്രം എന്നോണം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് DD എന്നുള്ളൊരു ഉറപ്പ് ആസ് എ ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്ക് നൽകാൻ പറ്റും. അതിന് കൂടാതെ ഒരിക്കൽ കൂടി സുരേട്ട ബിഗ് താങ്ക് യു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾ നമ്മുടെ ഈ എല്ലാ പരിപാടികളും ഇത്രയും നേരമായി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ടൊരു നന്ദി പറയുക എന്നുള്ളതിനപ്പുറത്ത് ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവാണ്, വലിയ ചിത്രങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിലൊരു സിനിമയാണ് നമ്മുടേത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടതിനപ്പുറം ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. മാത്രം എനിക്കിനുള്ള സ്നേഹിക്കണം. ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത
Gratitude, a word of thank and regards from both of you. So രണ്ടുപേരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. To come and join us. താങ്ക് യു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹപ്രവർത്തകർക്കും, ടെക്നീഷ്യന്മാർക്കും, പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും, ഇവിടെ വരികയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പറഞ്ഞ പോലെ 20-ാം തീയതി സിനിമ റിലീസാണ്. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. എല്ലാവരും ഇങ്ങോട്ട് കുറേ ലേറ്റായി, തുടങ്ങാനായിട്ട് കുറച്ച് താമസിച്ചു. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് യാത്രയ്ക്ക് കുറേ സമയമെടുത്തു. അതും നിങ്ങൾ ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ കുറേ നേരം ഇരുന്നു, ഇത്ര നേരം ഇരുന്നു, അതും ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു എടുക്കുന്ന സമയം എല്ലാം ഇടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പോൾ ഇടി ക്രൂവിൻ്റെ പേരിൽ, വിലാസിനി സിനിമാസിൻ്റെ പേരിൽ, മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി, സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എനിവേ എല്ലാവരും ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ ഫുഡെല്ലാം ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് പോകണം. സാധാരണ പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ പലരും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ടിട്ട് കഴിച്ചിട്ട് പോകാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഫുഡും കഴിക്കണമെന്ന്. എടുത്തു പറയേണ്ടത് എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. Thanks a lot. And ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ഓഡിയോ ലോഞ്ചിന്റെ സെലിബ്രേഷൻ ആണ്. We need one good picture. നമ്മുടെ കംപ്ലീറ്റ് ക്രൂവിനെ വെച്ചിട്ട് നമുക്കൊരു പിക്ചർ വേണം. ഇപ്പോ എനിക്ക് തോന്നുന്നു കുറെ പേര് വേദിയിലേക്ക് എത്തി, പക്ഷെ ഇനി നമ്മുടെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരെയും ഒന്ന് ഉണ്ണി രവി, സിൻസിയെ സ്വാഗതം ചെയ്യുകയാണ്. സിൻസി, can you please join us? സോ എല്ലാവരും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ എക്സ്ട്രാ ഡീസന്റെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ, എൻറ്റയർ ടെക്നീഷ്യൻസ്. ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. ലെറ്റ്സ് ടേക്ക് വൺ പിക്ചർ. ഒരു നല്ല ചിരിയാവും എല്ലാവർക്കും. Thanks a lot. And once again, ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും on behalf of the entire team of ED, thanks a lot for joining, especially for media. കാരണം നമുക്കറിയാം ഒരു മൂവി ഡിസംബറിൽ when it's gonna be in the theaters, നിങ്ങളുടെ ആ ഒരു push, നിങ്ങളുടെ ആ ഒരു support, it's very important to the entire media teams. Thank you. Thanks a lot for joining and being an amazing support throughout in the industry of movies. And ED Stephen and Siraj Manjaram, written by Ashif Kakodi. Thanks a lot everybody. എടുത്ത് പറയേണ്ട ഒരു കാര്യം, make sure you have the dinner. ഇന്നത്തെ ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു amazing dinner സെറ്റ് ചെയ്തിട്ടുണ്ട്. Please do have the food and be a part of this celebration. And thanks again. Have a great night everybody. Good night and Shubharatri. Hello.